US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സുഹൃത്തുക്കളെല്ലാം ഏതു സമയവും ശത്രുക്കളാകാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ശതകോടീശ്വരൻ ഇലോൺ മസ്കും വരെ ശത്രുപക്ഷത്തേക്ക് മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുഹൃത്ത് പട്ടികയിൽ നിന്ന് മാറുകയാണ്. ഇന്ത്യയെ പ്രകോപിപ്പിച്ച് അമേരിക്ക പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ്. കാരണമെന്താണ് നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച US പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഭീകരവാദികൾക്ക് സുരക്ഷിത താവളമൊരുക്കുന്നു എന്നാരോപിച്ച് പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക സഹായം ട്രംപ് 2018 നിർത്തലാക്കിയിരുന്നു. എന്നാൽ സ്ഥിതി മാറുകയാണിപ്പോൾ. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ ട്രംപ് നേരിട്ട് ഉച്ചവിരുന്നിന് ക്ഷണിച്ചു. ആദ്യമായിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു സൈനിക മേധാവിയെ US വിരുന്നിന് ക്ഷണിച്ചത്. വിരുന്നിന് പിന്നാലെ ട്രംപിനെ 2026 സമാധാന നൊബേലിനായി അസീം മുനീർ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ സംഘർഷം നിർത്താൻ ട്രംപ് ഇടപെട്ടുവെന്ന് പാക് സേനാ മേധാവിയും പ്രധാനമന്ത്രിയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കുമെന്നുവരെ ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. പാകിസ്ഥാനെ സഹായിക്കുന്ന ട്രംപ് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. പൊതുവെയുള്ള 10% ഇറക്കുമതി തീരുവ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ 35% ഇന്ത്യ നേരിടാൻ പോകുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അമേരിക്കൻ കമ്പനികൾ 100% കയറ്റുമതി ചുങ്കം നൽകേണ്ടി വരും എന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നു. ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉറ്റ സുഹൃത്തുക്കളാണ് എന്നാണ് ഇരുവരും പറഞ്ഞിരുന്നത്. പിന്നീട് ഇപ്പോൾ എന്തു സംഭവിച്ചു നോക്കാം. ട്രംപിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഇന്ത്യയെ ബ്രിക്സിൽ നിന്ന് അകറ്റുക എന്നതാണ്. US ഡോളറിൻ്റെ ആധിപത്യത്തെ തകർക്കാൻ ശേഷിയുള്ള ബ്രിക്സ് കൂട്ടായ്മയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ശത്രുക്കളായ ഇന്ത്യയും ചൈനയും വരെ ബ്രിക്സ് കൂട്ടായ്മയിൽ കൈകോർക്കുന്നു. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരികയാണ്. ബ്രിക്സ് ഒരു കറൻസി കൊണ്ടുവന്നാൽ ഡോളറിനുള്ള ആവശ്യകത കുറയും. ഡോളറിൻ്റെ മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്യും. ഇത് ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്കുള്ള പ്രഥമ സ്ഥാനം നഷ്ടപ്പെടുത്തും. ഒരു കാലത്ത് ലോക കറൻസി ബ്രിട്ടീഷ് പൗണ്ടായിരുന്നു. ലോക വ്യാപാര രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കറൻസിയായിരുന്നു പൗണ്ട്. രണ്ടാം ലോകയുദ്ധത്തോടെ ബ്രിട്ടീഷ് കൊളോണിയലിസം തകർന്നു. അതോടെ പൗണ്ടിനും ലോക മേധാവിത്വം നഷ്ടമായി. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം യൂറോപ്പ് തകരുകയും US മുന്നേറുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അമേരിക്കൻ മേധാവിത്വം ഉയർന്നു വന്നു. അതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ US ഡോളറിന് കുത്തക സ്ഥാനം വരികയും ചെയ്തു. ആഗോള കരുതൽ കറൻസിയായി ഡോളർ ഉയർന്നു വരുന്നത് അങ്ങനെയാണ്. ലോകരാജ്യങ്ങളുടെ വിദേശ കറൻസി റിസർവ് ഇപ്പോൾ ഡോളറിലാണ്. ഏറ്റവും സുരക്ഷിതമായ കറൻസിയായി ലോകം ഡോളറിനെ കണക്കാക്കി പോകുന്നു. റിസർവ് കറൻസിയായി US ഡോളർ ഉപയോഗിക്കുന്നത് 59.8%. ആ സമയത്ത് യൂറോപ്പ 19.7%, ജപ്പാൻ യെൻ 5.3%, ബ്രിട്ടൻ്റെ സ്റ്റേർലിംഗ് 4.6%, ചൈനീസ് യുവാൻ 2.8%. ഡോളറിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തോടെയാണ്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്ക് കടുത്ത ഉപരോധം ഏർപ്പെടുത്തി. റഷ്യക്ക് ഡോളറിൽ വ്യാപാരം ചെയ്യാൻ കഴിയാതെയായി. പക്ഷേ ആ ഉപരോധം ചൈന മുതലാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് തിരിച്ചറിയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. പാശ്ചാത്യ ലോകം റഷ്യയെ ഉപരോധിച്ചപ്പോൾ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ചൈന ഊട്ടിയുറപ്പിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണയും ഊർജ്ജവാതകവും കുറഞ്ഞ വിലയ്ക്ക് ചൈന വാങ്ങിക്കൂട്ടി. ഡോളറിന് പകരം റൂബിൾ യുവാൻ വ്യാപാരത്തെ ആശ്രയിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇത് ചൈനീസ് കറൻസിയായ യുവാൻ്റെ കരുതൽ നില മെച്ചപ്പെടുത്തി. പിന്നീട് ഈ ശൃംഖല വിപുലപ്പെടുത്താനാണ് ചൈനയും റഷ്യയും ശ്രമിച്ചത്. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ ചൈനയുമായുള്ള വ്യാപാരം ഡോളറിനെ ഒഴിവാക്കി ചൈനയുടെ യുവാനിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോൾ കയറ്റി അയക്കുന്ന സൗദി അറേബ്യ ഡോളറിനു പകരമായി ചൈനീസ് യുവാനെ സ്വീകരിക്കുന്നൊരു കാലം. അതായിരുന്നു ചൈനയുടെ ലക്ഷ്യം. റഷ്യ, ഇറാൻ, അറബ് രാജ്യങ്ങൾ എന്നിവരുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണ സഖ്യം യാഥാർത്ഥ്യമാക്കി ചൈന. ദീർഘകാലമായി ശത്രുതയിൽ ആയിരുന്ന സൗദി അറേബ്യയും ഇറാനെയും വരെ പരസ്പരം സഹകരിപ്പിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയും സമാനമായ തന്ത്രവുമായി രംഗത്തു വന്നത്. ഇതേ സമയത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വൻതോതിൽ വർദ്ധിപ്പിച്ചു. 2022 മുമ്പ് വെറും 0.2% മാത്രമായിരുന്ന റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പങ്ക് 2024 ആയപ്പോൾ 35 മുതൽ 40% വരെയായി ഉയർന്നു. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി റഷ്യ മാറി. കുറഞ്ഞ വിലയിൽ റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകി.
ഈ വ്യാപാരത്തിൽ ഭൂരിഭാഗവും ഡോളർ ഒഴിവാക്കിയായിരുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. സ്വാഭാവികമായും ചൈന ഒരു ഭാഗത്തും ഇന്ത്യ മറുഭാഗത്തും ഡോളറിൻ്റെ കുത്തക തകർക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും ഒന്നിച്ച് നീങ്ങുന്നതാണ് എന്നൊരു തോന്നൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടായി. 2023 സൗദി അറേബ്യയെയും UAEയെയും ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ എന്നീ രാജ്യങ്ങളെ കൂട്ടി ബ്രിക്സ് കൂട്ടായ്മ വികസിപ്പിച്ചു. ഇന്ന് ബ്രിക്സിലെ അംഗരാഷ്ട്രങ്ങൾ ലോകത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയിലേറെ വരും. ലോക സമ്പദ് വ്യവസ്ഥയുടെ 40% കുറയാത്ത പങ്കും ഇവിടേക്കെത്തി. അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 പങ്ക് ലോക സമ്പദ് വ്യവസ്ഥയുടെ 30% മാത്രമേ വരൂ. ബ്രിക്സ് ഒരു കറൻസി രൂപപ്പെടുത്താൻ മാത്രമല്ല, ലോക ബാങ്കിനും IMFനും ബദലായി ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കണ്ടിജൻസി റിസർവ് അറേഞ്ച്മെൻറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അമേരിക്കയ്ക്ക് ഒട്ടും ദഹിക്കാത്തതാണ്. ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യ വരികയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം, വലിയൊരു കമ്പോളം. അത് നഷ്ടപ്പെടുക എന്നത് US സാമ്രാജ്യത്തിന് സഹിക്കില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താൻ US ശ്രമിക്കുന്നത്. ഇന്ത്യ-US വ്യാപാര കരാർ 3 മാസമായി ചർച്ച തുടരുകയാണ്. ഈ കരാറിൽ ട്രംപിൻ്റെ ഭീഷണിക്ക് മോദി വഴങ്ങുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം.